സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും 56 വർഷം മുൻപ് ലഡാക്കിൽ മഞ്ഞുമലയിൽ വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം 2 ദിവസത്തിനകം പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലെത്തിക്കും. നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം സംസ്ഥാന സർക്കാർ പ്രതിനിധികളും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങും. 1968 ഫെബ്രുവരി 7-നാണ് തോമസ് ചെറിയാനും 102 സൈനികരും സഞ്ചരിച്ച വിമാനം മഞ്ഞുമലയിൽ അപകടത്തിൽപ്പെട്ടത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഈ മൃതദേഹം 2 ദിവസത്തിനകം എത്തിക്കുമെന്ന വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ കുടുംബത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ടോം, 2 ദിവസത്തിനകം തന്നെ മൃതദേഹം എത്തിക്കുന്നുള്ള വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ശനിയാഴ്ച മൃതദേഹം നാട്ടിലെത്തുമെന്നുള്ളൊരു വിവരം അവർ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങൾ, സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കുടുംബം ഉള്ളത്. അത് സംസ്കരിക്കുന്നത് തോമസ് ചെറിയാന്റെ അച്ഛനും അമ്മയും അടക്കം ചെയ്തിട്ടുള്ള പള്ളിയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാക്കി. എന്തായാലും ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ കുടുംബം നിൽക്കുന്നത്. കാരണം 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് ചെറിയാന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. 1968 നടന്ന വിമാന അപകടവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ 9 പേരെയാണ് അപകടത്തിൽ മരിച്ച് 9 പേരെയാണ് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയത്. പിന്നീട് തുടർച്ചയായി സൈന്യം ഇതിന്റെ ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യവും ഇങ്ങനെ കിട്ടുന്ന മൃതദേഹം കിട്ടുന്ന മുറയ്ക്ക് ആ ബന്ധുക്കൾക്ക് നൽകുന്ന ഒരു നടപടിയാണ് ചെയ്തിരുന്നത്. കാരണം 2003-ലാണ് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് തോമസ് ചെറിയാൻ ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ആ ദിവസം മുതൽ ബന്ധുക്കൾ ഈ മൃതദേഹത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തായാലും തോമസ് ചെറിയാന്റെ അമ്മയും അച്ഛനും ഒക്കെ പിന്നീട് മരണപ്പെടുകയും ചെയ്തു. 22 വയസ്സിലാണ് ഈ തോമസ് ചെറിയാൻ ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ സൈനിക ജോലി ലഭിച്ചു. അതിനുശേഷം പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ആദ്യ നിയമനം ലഭിച്ചതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകുന്ന സ്ഥലത്തേക്ക് ഉള്ള യാത്രയിലാണ് ഈ തോമസ് ചെറിയാൻ 102 പേരും ഈ ലഡാക്കിലെ ഈ മഞ്ഞുമലയിൽ വിമാനം തകർന്ന് മരണമടയുന്നത്. അത്തരത്തിൽ അന്ന് മുതൽ തന്നെ ഈ മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമം വീട്ടുകാർ ബന്ധുക്കൾ ആവശ്യപ്പെടുകയും കരസേന അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ വിമാനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തുന്നതിനൊക്കെ സൈനികർക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ ഓരോ കിട്ടുന്ന ബോഡികൾ ഇങ്ങനെ കിട്ടുന്ന അനുസരിച്ച് മൃതദേഹത്തിനനുസരിച്ചാണ് ബന്ധുക്കൾക്ക് ഈ സൈനികരുടെ മൃതദേഹങ്ങൾ കരസേന അധികൃതർ കൈമാറുന്നത്. എന്തായാലും ഇപ്രാവശ്യം നടത്തിയ തിരച്ചിൽ 4 പേരെയാണ് കിട്ടിയത്. 4 പേരിൽ ഒരാളാണ് തോമസ് ചെറിയാൻ. അതുകൊണ്ട് തന്നെ ആ വിവരം കഴിഞ്ഞ ദിവസമാണ് സൈനിക മേധാവി. തീർച്ചയായും ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം കുടുംബത്തെ സംബന്ധിച്ച് 56 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അത് ഒരു എല്ലാ പ്രതീക്ഷയും നശിച്ച കാലയളവാണ്. ഈ തോമസ് ചെറിയാന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അവർക്ക് ആ സമയം അനുഭവിച്ചൊരു മാനസിക സംഘർഷമൊക്കെ, മാനസിക പ്രയാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ ഈ കുടുംബത്തിലുണ്ടായിരുന്നു ശശിനാരായണൻ. മാത്രമല്ല, ഈ ഒരു 56 വർഷം മുൻപ് നടന്ന സംഭവം ഏതാണ്ട് നമുക്കറിയാം. സാധാരണഗതിയിൽ ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ വലിയ ഒരു ജീർണാവസ്ഥയിലേക്ക് മാറാറുണ്ട്. പക്ഷെ ഇവിടെ മഞ്ഞുമലയിലാണ്. അതുകൊണ്ട് ഈ മൃതദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ടോം, അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം 56 വർഷം കഴിഞ്ഞിട്ടും ഈ സൈനിക ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ള മൃതദേഹത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഈ മഞ്ഞുമലയിൽ ഉണ്ടായ അപകടം കാരണം മൃതദേഹങ്ങൾ പൂർണ്ണമായും മഞ്ഞിൽ ഐസൊലേറ്റ് പൊതിഞ്ഞൊരു രീതിയാണ്. അതായത് നമ്മൾ മോർച്ചറിയിൽ വെക്കുന്നതിന് സമാനമായ രീതിയിൽ ഇത്രയും വർഷങ്ങളായി ഈ മഞ്ഞുമലയിൽ തന്നെയാണ് ഈ അവശേഷങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പൂർണ്ണമായി അസ്ഥി മാത്രം കിട്ടുന്ന രീതിയിലുള്ള ശരീരഭാഗങ്ങൾ കൂടി ഇതിൽ ഉണ്ടെന്നുള്ളതാണ് സൈനിക അധികൃതർ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കേടുപാടുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ജീർണിച്ച അവസ്ഥയിലല്ല, എങ്കിലും മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അസ്ഥി മാത്രമല്ല, അല്ലാതെ തന്നെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി വലിയ ജീർണിച്ചു പോകാത്ത അവസ്ഥയിൽ തന്നെ മൃതദേഹം ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടു കൂടിയാണ്. ദുഃഖകരമായ കാര്യമാണെങ്കിൽ തന്നെ പ്രതീക്ഷിക്കാതെ ഈ വിമാന അപകടത്തിന് ശേഷം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഘടനയെ കൊണ്ടുമൊക്കെ സ്വാഭാവികമായും മൃതദേഹം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ സൈനികരുടെ ഇടപെടലുണ്ടെങ്കിൽ തിരച്ചിൽ നടത്തുകയും പലരുടെയും മൃതദേഹം കിട്ടിയപ്പോൾ തന്നെ തോമസ് ചെറിയാൻ കണ്ടെത്താൻ കഴിയുമ്പോൾ വലിയ നിരാശയിലായിരുന്നു കുടുംബം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തുകയും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹം കിട്ടുകയും തൊട്ടടുത്ത് ഈ 4 പേരിൽ ഒരാളുടെ കയ്യിൽ നിന്നാണ്, ബോഡിയിൽ നിന്നാണ് ഇത്തരത്തിൽ
തോമസ് റിയാന്റെ വിലാസം കൂടി ലഭിക്കുന്നു കൂടി നമുക്ക് അറിയാൻ കഴിയുന്നു. അത്തരത്തിലാണ് ഈ മൃതദേഹം തോമസ് റിയാന്റെ ആണ് തിരിച്ചറിയുകയും ആ മൃതദേഹം അതിന്റെ ഫോട്ടോ അടക്കം ഇന്നലെ ബന്ധുക്കൾക്ക് കരസേന ഉദ്യോഗസ്ഥർ ഫോട്ടോ വീട്ടുകാർക്കും അയച്ചു കൊടുക്കുകയും സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തു ഇന്നലെയാണ്. എന്തായാലും വലിയ ദുഃഖം ഉള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒപ്പം അവർക്കൊരു സന്തോഷമുണ്ട്. 56 ദിവസങ്ങൾക്ക് ശേഷം 21 വയസ്സിൽ മരണപ്പെട്ട 22 വയസ്സിൽ മരണപ്പെട്ട ഈ തോമസ് റിയാന്റെ മൃതദേഹം വീട്ടിലെത്തുക എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് കാണാൻ ഉള്ള ഒരു കുടുംബത്തിൽ മാനസിക അവസ്ഥ കൂടിയുണ്ട് എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ബന്ധുക്കളും നാട്ടുകാരും പ്രദേശവാസികളെല്ലാം ഒരു സൈനികന് കൊടുക്കുന്ന എല്ലാ ബഹുമതിയും കൂടി നൽകിക്കൊണ്ട് സംസ്കരിക്കണമെന്നുള്ളൊരു തീരുമാനമാണ്. അച്ഛനും തോമസ് റിയാന്റെ സഹോദരൻ 3 പേരാണ് ഇപ്പോൾ ജീവിച്ചിട്ടുള്ളത്. 5 പേരാണ് ഇവരുള്ളത്. 2 പേർ തോമസ് റിയാനും ഒപ്പം സഹോദരനും നേരത്തെ മരണപ്പെട്ടു പോയി. ബാക്കി 3 പേര് ഇപ്പോൾ നിലവിലുണ്ട്. അവരുടെ ബന്ധുക്കളാണ് നാട്ടിലുള്ളത്. വിവാഹം കഴിച്ചില്ലാത്തവർ തന്നെ അമ്മയും അച്ഛനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കരസേനയിൽ നിന്നുള്ള ഫാമിലി പെൻഷൻ സഹായം മാത്രമാണ് മാതാവിന് ലഭിച്ചിരുന്നത്. അത് അമ്മ മരണപ്പെട്ടതോടുകൂടി നിലയ്ക്കുകയും ചെയ്തു. അത്ര സാമ്പത്തിക സഹായം മറ്റും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ ഇന്നലെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കുടുംബ തോമസ് റിയാന്റെ പിതാവും മാതാവും സംസ്കരിച്ച കല്ലറയിൽ തന്നെ സംസ്കരിക്കുന്ന തീരുമാനത്തിലാണ് ബന്ധുക്കളുള്ളത്. മൃതദേഹം ചണ്ഡീഗഡിൽ നിന്ന് വെച്ചിക്ക് മുറയ്ക്ക് തിരുവനന്തപുരത്തും അത് ഔദ്യോഗിക ബഹുമതിയിലൂടെ വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ധീരജവാന് അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങുകയാണ്. പത്തനംതിട്ട ഇലന്തൂർ എന്ന ഗ്രാമം. 56 വർഷം മുൻപാണ് തോമസ് ചെറിയാൻ എന്ന സൈനികൻ വിമാനാപകടത്തിൽ